കഞ്ചിക്കോട്ട് കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. ഇപ്പോൾ ബംഗ്ലാദേശി എന്ന ഈ ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്ന് വംശീയ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിൻ്റെ ഇരയാണ് രാംനാരായൺ ഭയ്യാൽ. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആൾക്കൂട്ടക്കൊല എന്ന് മാത്രമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് വ്യക്തമായിട്ടും ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അറിയാത്തത് കൊണ്ടല്ലല്ലോ, വ്യക്തമായിട്ടും അക്കാര്യം മറച്ചുവെക്കുന്നത്. 2 CPM പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമാണ് ഈ പ്രതികൾ. RSS CPM സംഘർഷത്തിൻ്റെ ഭാഗമായി അപ്പോൾ അവരുടെ രാഷ്ട്രീയം വ്യക്തമാണ്, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാണ്. എന്നിട്ടും അത് മറച്ചുവെക്കാൻ, ആ വിദ്വേഷ രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലെന്ന വസ്തുത മറച്ചുവെക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള CPM വിദൂര ബന്ധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു ഈ ആൾക്കൂട്ടക്കൊല? നിങ്ങളെല്ലാം എങ്ങനെയായിരിക്കും വാർത്ത കൊടുക്കുക? ആരെല്ലാം മറുപടി പറയേണ്ടി വന്നേനെ? ഇപ്പോൾ സംഘപരിവാർ നേതൃത്വത്തിന് നേരെ ഒരു ചോദ്യവും വരുന്നില്ലല്ലോ, മിണ്ടുന്നതേ ഇല്ലല്ലോ. അവരുടെ പ്രതികൾ അവരുടെ പ്രവർത്തകരാണ് എന്ന കാര്യം. ചില വാർത്തകൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. CPM നേതാവിൻ്റെ ഡ്രൈവറായിരുന്നയാളുടെ ബന്ധു എന്നെല്ലാം പറഞ്ഞ് വാർത്തകൾ വന്ന് ഓർക്കുകയാണ്. ഇവിടെ നേരിട്ട് പ്രകടമായിട്ടും ഇക്കാര്യം വന്നിട്ടും ഇത് മറച്ചുവെക്കുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. അത് മറച്ചുവെക്കുക വഴി നാം ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് വളമിടുകയാണ് ചെയ്യുന്നത്. അതിനെ തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ആ കുടുംബത്തിൻ്റെ കൂടെയാണ് സർക്കാരുള്ളത്. പ്രതികളെ 4 പേരെ ഇപ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 5 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ അക്കാര്യത്തിലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി കൊടുക്കാൻ പഴുതടച്ച നടപടികളുണ്ടാവും. ഒരു ഉത്തരേന്ത്യയിലെല്ലാം ഇത്തരത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ RSS ഒരു പ്ലാൻ ചെയ്താണോ ഇത് നടപ്പാക്കിയത്? ഞാൻ പറഞ്ഞത് RSS ഉണ്ടാക്കിയ ഒരു വിദ്വേഷ രാഷ്ട്രീയം ഉണ്ടല്ലോ, വംശീയ വിദ്വേഷം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ കാരണം എന്നതാണ്. പുറത്തുനിന്ന് വരുന്നവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണുന്ന, അവരെല്ലാം ബംഗ്ലാദേശികളാണ്, മലയാളി അല്ലാത്ത ഏതൊരാളും ബംഗ്ലാദേശിയാണ് എന്നതാണ് RSS കേരളത്തിൽ നടത്തുന്ന പ്രചരണം. അങ്ങനെ ചാപ്പകുത്തുകയും മുദ്രകുത്തുകയും എന്നിട്ട് അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ സാധാരണ പറയില്ല, ആടിനെ പട്ടിയാക്കുക എന്നിട്ട് പേപ്പട്ടിയാക്കുക പിന്നെ തല്ലിക്കൊല്ലുക എന്നത്. ആ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ഈ ആൾക്കൂട്ട കൊലകൾക്ക് RSS ആണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ സംഭവത്തിലും പ്രതിസ്ഥാനത്ത് സംഘപരിവാറാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ പ്രതികൾ 2 CPM പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. രേഖകളുണ്ടല്ലോ. സംസ്ഥാനത്ത് നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ വിതരണമൊക്കെ ഇന്ന് ആരംഭിക്കുകയാണ്. അല്ല, ഇന്ന് അപേക്ഷ ക്ഷണിക്കുകയാണ്. ഇന്ന് വിതരണം ആരംഭിക്കുന്നില്ല. അപേക്ഷ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇന്ന് ഇപ്പോൾ രാവിലെ 9 മണി മുതൽ ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ മുൻഗണനാ കാർഡുള്ള 35 വയസ്സിനും 60 വയസ്സിനിടയിൽ പ്രായമുള്ള മറ്റ്
ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകളാണ്. ഇന്ന് മുതൽ അവർക്ക് അപേക്ഷ കൊടുക്കാം. പിന്നീട് അപേക്ഷകരിൽ നിന്ന് അർഹരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. പിന്നെ ഒരു അഫിഡവിറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. തെറ്റായിട്ട് കൈപ്പറ്റിയാൽ 18% പലിശ ചേർത്ത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത ലോക ചരിത്രത്തിലാദ്യമായി, ഞാൻ അടിവരയിട്ട് പറയുന്നു, ലോക ചരിത്രത്തിലാദ്യമായി വീട്ടകങ്ങളിലെ വീട്ടമ്മമാരുടെ അധ്വാനത്തെ ഒരു സർക്കാർ അംഗീകരിക്കുന്നു എന്നതാണ്. ആ അധ്വാനത്തിനൊരു മൂല്യമുണ്ട് എന്നൊരു ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ്. 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന ധനസഹായം മാത്രമല്ല പ്രശ്നം. ഇന്ന് വരെ വീട്ടമ്മമാരുടെ അധ്വാനം ഒരു കണക്കിലും വരാത്ത കാണാപ്പണിയായിരുന്നു. എന്നാൽ ഈ ചരിത്രപ്രധാനമായ തീരുമാനത്തോടു കൂടി ഒരു കണക്കിലും വന്നിട്ടില്ലാത്ത ആ കാണാപ്പണിയെ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു. നാളെ ലോകം പകർത്തുന്ന മറ്റൊരു കേരള മാതൃകയായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ വളരെ വികസിതമായ രാജ്യങ്ങളിൽ അനേകം ക്ഷേമ പദ്ധതികളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നുള്ളതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. 31.34 ലക്ഷം സ്ത്രീകൾ അത് ഈ പദ്ധതിയിലൂടെ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ അംഗീകരിക്കപ്പെടാതിരുന്ന വീട്ടകങ്ങളിലെ അധ്വാനത്തെ അംഗീകരിക്കുക വഴി സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിയിരിക്കുന്നു.